നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സിൽ ഹെവി ആയിട്ട് വരുന്ന എഡി സ്റ്റോൺ നെക്ലേസുകളാട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഗൗണിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ ഭയങ്കര പ്രൈസ് റേഞ്ച് എന്ന് പറയാനില്ല, 2000 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അതിൽ കൂടുതൽ റേറ്റ് പറയും. ഫുൾ എഡി സ്റ്റോൺ ആട്ടോ. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് എഡി സ്റ്റോൺ. ഇത് ശരിക്കും പറഞ്ഞാൽ നെക്കിലിട്ടാലേ അതിൻ്റെ കറക്റ്റായിട്ട് കിടക്കുള്ളൂ. ഈ ഒരു പോർഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കണം. ഞാൻ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ മാറി മാറി പോകുമ്പോൾ അതിന് ഭംഗി കിട്ടത്തില്ല. ഇത് നെക്കിലായിട്ട് കിടക്കുമ്പം നല്ല കറക്റ്റ് ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. നല്ല രസമാണ് ഇത് ഐറ്റം കാണാനായിട്ട്. പേളിൻ്റെ ഒരു ഡിസൈനോട് ഉള്ളതുകൊണ്ട് നിങ്ങളൊരു മിനിമലായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ നമുക്ക് ഒരു എന്താ പറയുക ഗൗൺ പാറ്റേണിലൊക്കെ ഉള്ള ഐറ്റംസിന് നല്ല നെക്ക് നല്ല വൈഡായിട്ട് നിൽക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഹെവി ഡിസൈൻ പേളിൻ്റെ മിക്സഡ് ടൈപ്പ് ഹെവി ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും കേട്ടോ. ഇത് മാത്രം മതി, ഒറ്റ മാല മാത്രം ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കമ്മലും അത്യാവശ്യം വലിപ്പമുണ്ട്. അല്ലേ, കാണാവോ? ഇതുപോലെ കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസ് കമ്മലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പുതിയത് ഐറ്റംസ് വരുന്നതനുസരിച്ച് ഞാൻ കാണിച്ചു വിട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സൈറ്റിൽ നിന്ന് എടുത്താലും മതി കേട്ടോ. ഫോട്ടോ ആയിട്ട് സൈറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നതല്ല കേട്ടോ, കറക്റ്റായിട്ട് നെക്കിൽ കിടക്കും. ഇതിങ്ങനെ ആ ഒരു പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് കറക്റ്റ് നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ അത് കറക്റ്റ് കിട്ടത്തില്ല. നെക്കിലിടുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിടക്കും. നമ്പർ P429, റേറ്റ് 2390, 2390. ഇതും ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഐറ്റമാണ്. ഇതിങ്ങനെ 2 ലെയർ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ പേളാട്ടോ. പേളും ഉണ്ട് സ്റ്റോണും ഉണ്ട്. എഡി സ്റ്റോൺ തന്നെ കുഞ്ഞായിട്ട്, ഒറ്റക്കല്ലല്ല, കുഞ്ഞു കുഞ്ഞായിട്ട് കൂടുതൽ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ലെയറിൽ വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ 2 ലെയറായിട്ട് അങ്ങനെ ഇച്ചിരി ഹെവി ഡിസൈനായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ നോക്കിയോ. ഞാനിത് ഏകദേശം ഇങ്ങനെ വെച്ചുകൂടെ കാണിക്കുന്നത് മനസ്സിലാവാനാട്ടോ. മുമ്പത്തെ കാണിച്ചപ്പോൾ എനിക്ക് തോന്നി കയ്യിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ കിടക്കുന്നു എന്നുള്ളത് കാണത്തില്ലല്ലോ. പക്ഷേ ഈ ബ്ലാക്ക് ഇതിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടണില്ല. ഇതുപോലെ കേട്ടോ, ഏകദേശം ഡിസൈൻ ഇങ്ങനെ വരും. 2 ലെയറായിട്ട് ആ ഒരു രീതിയിൽ കിടന്നോളും. നല്ല കമ്മലുമാണേ. അപ്പോൾ ഇതും ഏകദേശം അത്യാവശ്യം ഹെവി ആയിട്ട് ഉള്ളതായതുകൊണ്ട് റേറ്റ് ഉണ്ട്. എന്നാലും മുമ്പത്തിൻ്റെ അത്ര ഇല്ല, 2000 റേഞ്ച് കേട്ടോ. കമ്മൽ കാണാൻ നല്ല രസമില്ല, നല്ല ഭംഗിയുള്ള കമ്മൽ. ബാക്ക് സൈഡിലെ ചെയിൻ ദാ ഇങ്ങനെ ഡബിൾ ടോണിലാണ് വരുന്നത്. എല്ലാം കറക്റ്റ് നമുക്ക് ഡയമണ്ട് ഫിനിഷിൽ തന്നെ ആട്ടോ ഈ ഐറ്റംസ് എല്ലാം വരുന്നത്. എഡി സ്റ്റോൺ ആണ്. പിന്നെ നമ്പർ P430, റേറ്റ് 1990, 1990. അടുത്തത് നമ്മൾ മുമ്പേ കാണിച്ച അത്രയും ഹെവി ആയിട്ട് വേണ്ട, അത്ര റേറ്റ് വേണ്ട എന്നുള്ളവർക്ക് വേണ്ടി വരുന്നതാണ്. പക്ഷേ മറ്റേതിടുമ്പോൾ അതിൻ്റെ ലുക്ക് വേറെ രീതിയിലാട്ടോ. അത്രയും ഹെവി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നിൽക്കും. ഇത് സിമ്പിളായിട്ടുള്ള പാറ്റേണാണ്. ചെറിയ അല്ലാതെയുള്ള ഫംഗ്ഷനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് നോർമൽ സാരിയുടെ കൂടെയൊക്കെയാണെങ്കിലും ഇടാൻ പറ്റുന്ന ഐറ്റമാണ്. ഗൗണിൻ്റെ കൂടെ നല്ലതാണ്. ഓരോന്നിൻ്റെ നെക്കിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇതും നല്ല ഭംഗിയുണ്ട്, ബട്ടർഫ്ലൈ ഡിസൈൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ പേൾ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്മൽ, നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ കമ്മൽ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്പർ വരുന്നത് P431. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1290 രൂപയുള്ളൂ കേട്ടോ. 1290.